പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ദൈവവചനവുമായി നിങ്ങളുടെ നടുവിലായിരിക്കുവാൻ ദൈവം നൽകി തന്ന വലിയ ഭാഗ്യത്തെ ഓർത്തോ ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൂത്, ദൈവ യഹോവയുടെ മഹത്വം നമ്മിലേക്ക് മടങ്ങി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. അതിനാധാരമായിട്ട് പ്രാരംഭമായ 2 വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 ശമൂവേൽ 4:21-22 വാക്യം. ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ടു പോയതുകൊണ്ട് അമ്മായിപ്പനെയും ഭർത്താവിനെയും ഓർത്തിട്ടും മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു. കുഞ്ഞിന് ഈക്കാബോദ് എന്ന് പേരിട്ടു. 22 കൂടെ വായിച്ചു. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോകേണ്ട മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് അവൾ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ യഹോവയുടെ മഹത്വവും ദൈവ തേജസ്സും ദൈവ സാന്നിധ്യവും നമുക്ക് നിരവധി വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ 3 സന്ദർഭങ്ങളെ ഞാനൊന്ന് തൊടുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദൈവ തേജസ്സാണ്. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ. ആദാമും ഹവ്വയും ദൈവം സൃഷ്ടിച്ചു. അവർക്ക് ആ സൃഷ്ടിയിൽ ദൈവ തേജസ് അവരിൽ വ്യാപരിച്ചിരുന്നത് കൊണ്ട് അവരുടെ നഗ്നത പോലും അവർക്ക് നഗ്നരാണെന്ന് പോലും തോന്നില്ല. ദൈവ തേജസ് അവരെ കവർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ മോശ സീനായി പർവ്വതത്തിൽ നിന്നോ യഹോവയുടെ അരുളപ്പാട് പ്രാപിച്ച് ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖം ദൈവ തേജസ്സാൽ നിറയപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തോട് കൂടി അധിവസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് ദൈവ തേജസ്. ദൈവത്തിൽ നിന്ന് ദൈവത്തോടു കൂടി നമ്മൾ അധിവസിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ ഉപവാസത്തിലും നമ്മുടെ നിരന്തര വചനജ്ഞാനത്തിലും നമ്മൾ ദൈവത്തോടു കൂടി അധിവസിക്കുമ്പോൾ നമ്മിലേക്ക് വ്യാപരിക്കുന്ന ഒരു കാര്യമാണ് ദൈവ തേജസ്. എന്നാൽ നമ്മൾ ഇന്ന് പകൽക്കാലം നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ദൈവ തേജസ് വ്യാപരിക്കുന്നുണ്ടോ? കാരണം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ദൈവ തേജസ് ഇല്ലെങ്കിൽ നാം ദൈവത്തോടുകൂടി അധിവസിക്കുന്നില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയും ഉപവാസവും ദൈവവചനത്തിന്റെ ധ്യാനവും നമ്മളിൽ വർദ്ധിച്ചു വന്നിട്ട് നമ്മൾ ദൈവത്തോടു കൂടെ കൂടുതൽ അധിവസിക്കുവാൻ ദൈവം സാഹചര്യം ഉണ്ടാക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ദൈവ സാന്നിധ്യത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ അനേക സാഹചര്യങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. എന്നാൽ 119 സങ്കീർത്തനം 139 7 മുതൽ 10 വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ വ്യാപരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ കുറിച്ച്, ദൈവ സാന്നിധ്യം എവിടെ, അതായത് ഭൂമിയുടെ അറ്റത്ത് പോയി ഒളിച്ചാലും കടലിന്റെ അടിയിൽ പോയി താമസിച്ചാലും അവിടെ ദൈവ സാന്നിധ്യം ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിന്റെ 9 മുതൽ 14 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ മോശയോടുകൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ മോശയോട് ദൈവം പറയുന്നു, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. അപ്പൊ ഈ 16 ഇപ്പൊ ദൈവ സാന്നിധ്യത്തിന്റെ അതുപോലെ സങ്കീർത്തനം 16:11 ഒക്കെ നാം വായിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിന്റെ നടുവിൽ നമ്മൾ സ്വസ്ഥതയും സമാധാനവും വിജയവും എല്ലാം ദൈവ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്നതാണ്. എന്നാൽ ദൈവ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അത് നമ്മളിലേക്ക് വ്യാപരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു വേർപാടും വിശുദ്ധിയും ഒക്കെ പാലിച്ചെങ്കിൽ മാത്രമേ ആ ദൈവ സാന്നിധ്യം നമ്മിലേക്കും വ്യാപരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുള്ളൂ. പ്രപഞ്ചം മുഴുവനും വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം നമ്മിലേക്ക് വ്യാപരിക്കണമെങ്കിൽ ആ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ സമർപ്പണം നമ്മുടെ ഉണ്ടായെങ്കിൽ മാത്രമേ
അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം നമ്മളിൽ വ്യാപരിക്കുന്നത്. അതായത് നമ്മളെ അശുദ്ധിയുടെയും അല്ലെങ്കിൽ ലോകപരമായുള്ള പല കാര്യങ്ങളിലും ഒട്ടും വേർപാടില്ലാതെ ഇത് ചെയ്തിട്ട് എന്നിലേക്ക് സാന്നിധ്യം ഇറങ്ങി വരണമേ എന്ന് ഞായറാഴ്ച മാത്രം വന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങണമെന്ന് ഇല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ എവിടെയാണോ, നമ്മുടെ ജീവിതം വിശുദ്ധമാണോ, ദൈവത്തിന് വേണ്ടി വേർപെട്ടതാണോ, അങ്ങനെയാണെങ്കിൽ ദൈവ സാന്നിധ്യം നമ്മളോടുകൂടെ തന്നെ വ്യാപരിക്കുവാൻ തക്കണമിടയായി തീരും. നമ്മുടെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അല്ല, മൂന്നാമത്തെ വസ്തുത ദൈവ മഹത്വമാണ്. സെക്കറിയ പ്രവചനം 2:4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യെരൂശലേം മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വ നിമിത്തം മതിലില്ലാതെ വായിച്ചോ. സെക്കറിയ പ്രവചനം 2:4 മുതൽ 5 വരെയുള്ള വാക്യം. 4-5. നീ വേഗം ചെന്ന ബാല്യക്കാരോട് സംസാരിച്ച് യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വ നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കുമെന്ന് പറക. എന്നാൽ ഞാൻ അതിനെ ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം, നമ്മൾ ഏതിൻ്റെ ചുറ്റും ദൈവം മഹത്വമാണോ അതിന് ചുറ്റും ദൈവം തീമതിലാണ് എന്ന് നമ്മൾ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിന് ചുറ്റും ദൈവത്തിനാണ് മഹത്വമെങ്കിൽ അതിന് ചുറ്റും ദൈവം തീമതിലാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബിസിനസ്സിന് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ ദൈവത്തിനാണ് മഹത്വമെങ്കിൽ അവൻ അതിന് ചുറ്റും തീമതിലാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനാണ് മഹത്വമെങ്കിൽ അവൻ അതിന് ചുറ്റും തീമതിലാണ്. ദൈവം തീമതിലാണ്, അവൻ പരിപാലിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലെ മഹത്വം ദൈവമായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഞാനിപ്പോ ഈ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞു വന്നതിന്റെ സാഹചര്യം ഈ ദൈവ സാന്നിധ്യവും ദൈവ തേജസ്സും ദൈവ മഹത്വവും എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ഈ ദൈവ സാന്നിധ്യവും ദൈവ തേജസ്സും ദൈവ മഹത്വവും ക്യാരി ചെയ്തിരുന്ന അല്ലെങ്കിൽ ആവിർഭവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആവസിച്ചുകൊണ്ടിരുന്ന യഹോവയുടെ പെട്ടകം പിടിക്കപ്പെട്ടു പോയതാണ് നമ്മൾ പ്രാരംഭത്തിൽ വായിച്ചത്. എന്നാൽ യഹോവയുടെ പെട്ടകത്തിൽ നമ്മൾ അതിന്റെ പണിയെക്കുറിച്ചൊന്നും വിശദീകരിക്കാതെ അതൊന്നുമല്ല എന്നെ വിഷയം. എന്നാൽ ഈ കതിരമരം കൊണ്ടും സ്വർണം കൊണ്ട് പൊതിഞ്ഞും അഹരോന്റെ തളിർത്ത വടിയും മന്നയും ഒക്കെ സൂക്ഷിച്ചിരുന്ന യഹോവയുടെ പെട്ടകത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പെട്ടകം ചുമന്നുകൊണ്ട് പുരോഹിതന്മാർ യോർദാനിൽ കാൽ ചവിട്ടിയപ്പോൾ അവിടെ യോർദാൻ 2ആയി വിഭജിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ ഈ പുരോഹിതന്മാർ പെട്ടകം ചുമന്നും കാഹളമൂതിക്കൊണ്ടും 7 ദിവസം എരിഹോ പട്ടണത്തിന് ചുറ്റും നടന്നപ്പോൾ അവിടെ എരിഹോ മതിൽ തകർന്നു വീഴുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ ഇസ്രായേൽ മക്കൾ യുദ്ധങ്ങളിൽ പോകുമ്പോൾ യഹോവയുടെ പെട്ടകം ചുമന്നുകൊണ്ട് മുമ്പിൽ യഹോവയുടെ പെട്ടകത്തെ മുൻനിർത്തിക്കൊണ്ട് അവർ ചെയ്ത യുദ്ധങ്ങളൊക്കെ വിജയിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതുപോലെ അങ്ങനെ ആ ദൈവ സാന്നിധ്യം ആ പെട്ടകത്തിൽ ഇറങ്ങാതെ പരാജയപ്പെട്ടു പോയ പല സാഹചര്യങ്ങളുണ്ട്. അതിലൊരു സാഹചര്യമാണ് നാം വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഏലി പുരോഹിതന്റെ കാലഘട്ടത്തിലെ ഒരു സാഹചര്യമാണ് നാം വായിച്ചത്. ഈ ഏലി പുരോഹിതന്റെ കാലഘട്ടത്തിൽ എന്താണ് 1 ശമൂവേലിൽ നമ്മൾ 1-ാം അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കതിനെ കുറിച്ചൊന്ന് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവ തേജസ്സും ദൈവമഹത്വവും ദൈവ സാന്നിധ്യവും നഷ്ടപ്പെട്ട ദൈവത്തിന്റെ പെട്ടകത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഈ ശമൂവേലിന്റെ 1-ാം പുസ്തകം നാം വായിക്കുമ്പോൾ ഏലിയെക്കുറിച്ച് നാം പഠിക്കും. ഒന്നാമത് ഏലിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏലി എന്നത് അഹരോന്യ പൗരോഹിത്യത്തിൽ അഹരോന്യ പാരമ്പര്യത്തിലുള്ള ഒരു പുരോഹിതനായിരുന്നു. പുരോഹിതൻ മാത്രമല്ല, രാജാധികാരമുള്ള ഒരു ന്യായാധിപനുമായിരുന്നു എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. ഈ 2 അധികാരവും ഏലി വേണ്ടും വിധം വിനിയോഗിച്ചില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു കാലഘട്ടത്തിൽ
ഏലിക്ക് ദൈവിക ദർശനം കിട്ടിയിരുന്നതിന് തെളിവ് ശമൂവേൽ വന്ന ഏലിയോട് എന്നെ ആരോ വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇനിയും വിളിച്ചാൽ അത് കർത്താവെ അരുളി ചെയ്യണമേ, അടിയനീതാ എന്ന് പറയുവാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പറഞ്ഞു വന്നൊരു സ്ഥാനം, ഒരു കാലഘട്ടത്തിൽ ദർശനം ലഭിച്ചിരുന്ന ഏലി കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേനും അവന്റെ കണ്ണ് മങ്ങി, ദർശനം മങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്റെ മക്കളോട് നേർവഴി കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ശാസിക്കുവാൻ ഏലി തയ്യാറായില്ല. അത് പിന്നെ ഏലിയുടെ കാലഘട്ടത്തിൽ വന്ന ചില സാഹചര്യങ്ങൾ ഞാൻ ഒന്ന് തൊടുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഏലിയുടെ കാലഘട്ടത്തിൽ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയി, ദർശനം നഷ്ടപ്പെട്ടു പോയ ഒരു കാലഘട്ടമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുവാൻ കാരണം, ഒന്ന്, ഏലിക്ക് അരുളപ്പാട് കിട്ടിയിട്ടും ഏലി പറയുന്നത് അത് തിരുത്തുവാൻ ഏലി തയ്യാറായില്ല. കർത്താവല്ലോ അവന്റെ ഇഷ്ടം പോലെ, യഹോവയല്ലോ അവന്റെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഏലിയുടെ കാലഘട്ടത്തിൽ രണ്ടാമത് സംഭവിച്ച ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാനിത് പ്രസംഗം പോലെയല്ല, നമ്മളെല്ലാവരും ഇത് മനസ്സിലാക്കണം. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കണം. കാരണം ദൈവമഹത്വം അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം നമ്മളില്ലെങ്കിൽ നമ്മളൊരു വിശ്വാസി എന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. സോ ദൈവമഹത്വം നമ്മിലേക്ക് തിരിച്ചു വരുവാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത് മനസ്സിലാക്കുവാനാണ് കൂടുതൽ ശ്രമിക്കുന്നത്. ചിലപ്പോൾ പ്രസംഗിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ഡ്രൈ ആയിട്ട് തോന്നിയാൽ നിങ്ങൾ എന്നോട് ദയവായിട്ട് ക്ഷമിക്കണം. അപ്പം ഈ ഏലിയുടെ കാലഘട്ടത്തിൽ ഹന്ന വന്നവിടെ കരയുമ്പോൾ, ഹന്ന കരയുന്നത് കണ്ടപ്പോൾ ഏലി അവിടെ പറയുന്നത്, ഇതൊന്ന് വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചവളെ പോലെ ഇരിക്കുന്നു, ഇത് എന്താ എന്നാണ് അവൻ ഏലി എന്ന പുരോഹിതൻ ചോദിച്ചത്. അതിന് കാരണം, ആ സാഹചര്യത്തിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നവർ കുറഞ്ഞിട്ട് മദ്യപിച്ച് നടക്കുന്നവർ കൂടി എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അല്ലല്ല, നമ്മള് ഈ പ്രാർത്ഥനയുടെയും കണ്ണുനീരും ഒക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നമ്മൾ കൂടുതൽ ആ ഒരു സാഹചര്യത്തിലായിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലല്ല, അവിടെ മ്ലേച്ഛതകൾ കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്, ദൈവത്തിന്റെ യാഗത്തിലെ മേധസ്സും മേന്മയേറിയ വസ്തുക്കളൊക്കെ ഏലിയുടെ മക്കൾ വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അതായത് ദാറ്റ് മീൻസ് യഹോവയ്ക്ക് കൊടുക്കേണ്ട മഹത്വം മുഴുവനും, അല്ലെങ്കിൽ യഹോവയ്ക്ക് കൊടുക്കേണ്ട മേധസ്സും യാഗത്തിന് കൊടുക്കേണ്ടത് മുഴുവനും ഏലിയുടെ മക്കൾ വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. യഹോവയ്ക്ക് മഹത്വം കൊടുക്കാതെയും യഹോവയ്ക്ക് മ്ലേച്ഛതകൾ പ്രവർത്തിച്ചും ദർശനം നഷ്ടപ്പെടുത്തിയും തിരുത്തപ്പെടുവാൻ ആലോചന കിട്ടിയിട്ടും തിരുത്തപ്പെടാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ യഹോവയുടെ പെട്ടകം പിടിക്കപ്പെട്ടു പോയി, അല്ലെങ്കിൽ യഹോവയുടെ പെട്ടകത്തിൽ ദൈവമഹത്വം വെളിപ്പെടാതെ പോയി. യഹോവയുടെ മഹത്വം വെളിപ്പെടാതെ പോയി, യഹോവയുടെ പെട്ടകം പിടിക്കപ്പെട്ടു പോയി എന്ന് നാം വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് ഞാൻ ചില സാഹചര്യങ്ങളിൽ നമ്മൾ എന്തുകൊണ്ട് യഹോവയുടെ മഹത്വം നമ്മിൽ നിന്ന് പോയി പോകുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ദൈവ സാന്നിധ്യം നമ്മിൽ വ്യാപരിക്കുന്നില്ല, എന്തുകൊണ്ട് ദൈവ തേജസ്സിൽ നമ്മിൽ അധിവസിക്കുന്നില്ല എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, ദൈവഭയവും അല്ലെങ്കിൽ ദൈവ സാന്നിധ്യവും ദൈവഭയവും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. അതിനാധാരമായിട്ട് ഞാൻ ഈ പെട്ടകം ഞാൻ ആ സാഹചര്യ വാക്യങ്ങളൊക്കെ വായിക്കാം. അതിനു മുമ്പ് ഈ പെട്ടകം ഫെലിസ്തീയരുടെ ദേശത്തേക്ക് പോയി, 4ന്റെ മുമ്പോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഫെലിസ്തീയ ദേശത്തേക്ക് എന്നോ ഫെലിസ്തീയരുടെ നിന്ന് പശു കൊണ്ടുവന്ന് പിന്നെ ഇസ്രായേൽ ദേശത്ത് വെക്കുകയും അത് അബീനാദാബിന്റെ വീട്ടിലെത്തുകയും ചെയ്യുന്നു നമുക്ക് വായിക്കുവാൻ സാധിക്കും. സോ അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് ഓബേദ്ഏദോമിന്റെ വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഞാനൊന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം നാം വായിക്കുമ്പോൾ, അവർ ദൈവത്തിന്റെ പെട്ടകം അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് എടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി. അതിന് ദിനവൃത്താന്തം 13-ന്റെ 13 തൊട്ട് 14 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. അങ്ങനെ ദാവീദ് പെട്ടകം തന്റെ അടുക്കൽ ദാവീദിന്റെ നഗരത്തിൽ കൊണ്ടുവരാതെ ഗിത്യനായ
ഓബേദ്ഏദോമിന്റെ കുടുംബത്തോടു കൂടെ 3 മാസം അവന്റെ വീട്ടിലിരുന്നു. യഹോവ ഓബേദ്ഏദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ അബീനാദാബിന്റെ വീട്ടിൽ എങ്ങനെ ഈ പെട്ടകം എത്തി എന്നുള്ളത് 1 ശമൂവേൽ 5:6 നമ്മൾ വായിക്കുവാൻ സാധിക്കും. 5-6 അധ്യായങ്ങളിൽ, ഞാനത് വായിക്കുന്നില്ല, എന്നാൽ ഈ 5-6 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അബീനാദാബിന്റെ വീട്ടിൽ ആ പെട്ടകം എത്തിയതും അബീനാദാബ് പൗരോഹിത്യമുള്ള ഒരു കുടുംബമായിരുന്നെന്നും അതുകൊണ്ട് ആ പെട്ടകം അവിടെ ഇരുന്നു എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. ആ പെട്ടകം ഏകദേശം 60 വർഷത്തോളം ആ പെട്ടകം അബീനാദാബിന്റെ വീട്ടിലിരുന്നു. കാരണം ശമൂവേലിന്റെ കാലഘട്ടത്തിൽ നിന്ന് പിന്നെ ശൗലിന്റെ കാലഘട്ടത്തിൽ നിന്ന് ദാവീദിന്റെ കാലഘട്ടത്തിലാണ് പെട്ടകത്തെ അവർ തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ അത്രയും നാള് അബീനാദാബിന്റെ വീട്ടിൽ ഈ പെട്ടകം ഇരുന്നു. പക്ഷേ അവിടെ വേദപുസ്തകത്തിൽ ഒന്നും തന്നെ അബീനാദാബിന് ഒരു മാറ്റവും ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. 20 വർഷമല്ലേ? എന്തോ 20 വർഷം ബൈബിളിൽ. പക്ഷെ നമ്മൾ ശമൂവേലിന്റെ അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നെന്ന് പറയുമ്പോൾ ശമൂവേലിന്റെ കാലത്ത് ശമൂവേൽ 40 വർഷവും ശൗലും 40 വർഷം ഭരിച്ചല്ലോ. അതിനുശേഷമാണ് ദാവീദ് കൊണ്ടുവരുന്നത്. ദാവീദാണ് കൊണ്ടുവരുന്നത്. സോ അത്രയും കാലഘട്ടം ബൈബിളിൽ ഇപ്പം കാലഘട്ടം എഴുതിയെങ്കിലും അതങ്ങനെ ആകണമെന്നില്ല. നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ആകണമെന്നില്ലല്ലോ. എനിവേ, എന്നാലും മൾട്ടിപ്പിൾ 20 വർഷത്തിൽ കൂടുതൽ ഇരുന്നു. ഞാൻ എന്നെ തിരുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അത് വർഷങ്ങളിരുന്നു, 3 മാസത്തിൽ കൂടുതൽ ഇരുന്നല്ലോ. സോ അബീനാദാബിന്റെ വീട്ടിൽ, കാരണം അവർക്ക് ഒരു പൗരോഹിത്യത്തിന്റെ മഹിമ അവരിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെ ദൈവഭയത്തോടെ അവരതിനെ സമീപിച്ചില്ല. എന്നാൽ നമ്മള് 1 ദിനവൃത്താന്തങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് ആ പെട്ടകത്തെ എടുത്ത് ഓബേദ്ഏദോമിന്റെ വീട്ടിലാക്കേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു? നമുക്ക് ഉസ്സ മരിച്ചു. ഉസ്സ പെട്ടകത്തിൽ പിടിച്ചു, പ്രമാണമില്ലാതെ വണ്ടിയിൽ കയറ്റി, പുരോഹിതന്മാർ ചുമക്കേണ്ട പെട്ടകം വണ്ടിയിൽ കയറ്റി ഉസ്സ മരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അതല്ല ഞാൻ പറയാൻ വന്നതിന്റെ സാഹചര്യം. ഈ ഗത്ത് എന്ന് പറയുന്ന സ്ഥലം ഗോലിയാത്തും അതുപോലെയുള്ള വലിയ മല്ലന്മാരും ഉണ്ടായിരുന്ന സ്ഥലമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതല്ല, ദാവീദിന്റെ ഒരു ജനറൽ ക്യാരക്ടർ നമ്മൾ പഠിക്കുമ്പോൾ ദാവീദ് അതായത് ജാതീയരെയും അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളെയും വേറൊരു കാറ്റഗറിയിലാണ് കണ്ടിരുന്നതും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞതിന് സാറേ, ഈ ഗത്യനായ അല്ലെങ്കിൽ ഗത്തിൽ താമസിച്ചിരുന്ന ഓബേദ്ഏദോം എങ്ങനെയും അവനെ ഒരു പരീക്ഷണ വസ്തുവായിട്ടാണ് അവിടെ പെട്ടകം കൊണ്ടുവച്ചത്. അവൻ ചത്താലും അവൻ മരിച്ചാലും കുഴപ്പമില്ല, നമുക്ക് ഈ പെട്ടകം വേറെ എന്തെങ്കിലും രീതിയിൽ കൈകാര്യം ചെയ്യാം. പക്ഷേ ഓബേദ്ഏദോം അതിനെ ഭയത്തോടെ, കാരണം ഇത് ഞാൻ നല്ലപോലെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ, എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയില്ലെങ്കിൽ, എൻ്റെ വീട്ടിൽ വേർപാടില്ലെങ്കിൽ, എൻ്റെ വീട്ടിൽ വിശുദ്ധി ഇല്ലെങ്കിൽ ഈ പെട്ടകം നിമിത്തം ഞാൻ മരിക്കും എന്നുള്ള ഒരു ഭയം, അല്ലെങ്കിൽ ആ ഒരു സാന്നിധ്യം, ആ പെട്ടകത്തിന്റെ സാന്നിധ്യ ബോധം അവനിൽ ഭരിച്ചു. അവനെ ദൈവം അനുഗ്രഹിച്ചു. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ സാരം, നമ്മളിവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു 2-3 തലമുറ മുമ്പോട്ട് പിൻപോട്ട് പോയാൽ അവിടെ ദൈവഭയത്തോടും ഭക്തിയോടും വിശ്വാസത്തോടും കൈകാര്യം ചെയ്യുന്ന പലതിനെയും ആ ഭക്തി നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കൈകാര്യം ചെയ്യുന്നുള്ള സത്യം നമ്മൾ മറന്നു പോകരുത്. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലും അല്ലെങ്കിൽ ആ ദൈവ സാന്നിധ്യത്തിന്റെ ഒരു ബോധം, ആ ദൈവ സാന്നിധ്യത്തിന്റെ ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്. ആ ദൈവ സാന്നിധ്യത്തിന്റെ ബോധത്തിലേക്കും ആ ദൈവ സാന്നിധ്യത്തിലെ അല്ലെങ്കിൽ ആഴങ്ങളിലേക്കും നമ്മൾ ഇന്ന് പകൽക്കാലം ഒന്ന് ഇറങ്ങുവാൻ, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം, നമ്മളെ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ചർച്ചിൽ ചെന്നാൽ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോഴൊക്കെ ദൈവ ഭയത്തോടെ ഇരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ ആരുമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആ ഒരു ദൈവ സാന്നിധ്യ ബോധം നമ്മിൽ വ്യാപരിക്കട്ടെ. അപ്പോൾ ദൈവ സാന്നിധ്യവും ദൈവമഹത്വവും നമ്മളിൽ വ്യാപരിക്കുവാൻ തക്കണപടിയായി തീരും. രണ്ടാമതായിട്ട് നമ്മളെ പരിശുദ്ധാത്മാവിനെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ആ പരിശുദ്ധാത്മാവിനെ, അല്ലെങ്കിൽ ദൈവം തന്ന ആ ദാനത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കുവാൻ നാം തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. അതിനാധാരമായി
3 വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 22-ന്റെ 24-ാം വാക്യം വായിക്കാം. 22-ന്റെ 24. നിന്നോട് അരുളി ചെയ്യുവാൻ യഹോവയുടെ ആത്മാവ് എന്നെ വിട്ട ഏതു വഴിയായി കടന്നു വന്നു എന്ന് ചോദിച്ചു. അതിന് മിഖായ, നീ ഒളിപ്പാനായിട്ട്, 26-ാമത്തെ വാക്യം, നീ ഒളിപ്പാനായിട്ട് അന്വേഷിക്കുന്ന നടക്കുന്ന ദിവസത്തിൽ നീ കാണും എന്ന് പറഞ്ഞു. എന്നാൽ അതുപോലെ 1 ശമൂവേൽ 16-14, എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു വസ്തുതയാണ്. ദൈവം പുതിയ നിയമത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വാക്തത്വമാണ് പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി അല്ലെങ്കിൽ ആ പരിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചാണ് നമ്മൾ ഈ 2 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, സിദക്കിയാവ് എന്ന് പറയുന്നത് 400 പ്രവാചകന്മാരുടെ ലീഡറായിരുന്നു എന്ന് നമ്മൾ 22 രാജാക്കന്മാരിൽ നമ്മൾ വായിക്കുവാൻ സാധിക്കും. അതിനർത്ഥം ഒരു കാലഘട്ടത്തിൽ ഒരു പ്രവാചകനായിരുന്നു സിദക്കിയാവ്. എന്നാൽ രാജാവിന്റെ കൂട്ടത്തിൽ കൂട്ടി രാജാവ് അവന് സമ്മാനങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തപ്പോൾ അവൻ രാജാവിനെ പ്രീതിപ്പെടുത്തുന്ന രാജാവിന്റെ പ്രവാചകനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രവാചകൻ എന്ന ടൈറ്റിൽ മാറി രാജാവിന്റെ പ്രവാചകനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് 400 പ്രവാചകന്മാരും സിദക്കിയാവും രാജാവിന് അനുകൂലമായി പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ മിഖായാവ് ദൈവത്തിന്റെ ദൂതുമായി വരികയും ആ ദൈവത്തിന്റെ ദൂത് അറിയിച്ചപ്പോൾ സിദക്കിയാവ് മിഖായാവിന്റെ കന്നത്തടിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സിദക്കിയാവ് മിഖായാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. എന്റെ യഹോവയുടെ ആത്മാവ് എന്നെ വിട്ട് എവിടെ പോയി എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മൾ മിഖായാവ് പറയുന്ന വാക്കാണ്, നീ അന്വേഷിക്കുന്ന ദിവസത്തിൽ നീ കാണും. പ്രൈസ് ദി ലോർഡ്. നീ രാജാവിന്റെ ഭോജനങ്ങളും രാജാവിന്റെ ദാനങ്ങളും പ്രാപിച്ച് രാജാവിന്റെ പ്രവാചകനായിട്ട് നടക്കുന്ന സാഹചര്യം വിട്ടിട്ട് നീ ദൈവത്തെ അന്വേഷിക്കുന്ന ദിവസത്തിൽ നീ കാണും എന്നാണ് നമ്മളോട് വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ദൈവം ഓരോ കൃപയും നമ്മളെ ദൈവം പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവാത്മാവിന്റെ ദൂത് പറയുവാൻ, ദൈവാത്മാവിന്റെ പ്രവചനം പറയുവാനും, ദൈവാത്മാവ് പറയുന്നത് ചെയ്യുവാനും വേണ്ടിയാണ് നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ജീവിച്ചാൽ അത് അവരുടെ പ്രവാചകന്മാരായി തീരും. പ്രൈസ് ദി ലോർഡ്. നമ്മിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകും. ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ ദൈവ സാന്നിധ്യം നമ്മൾ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ 1 ശമൂവേൽ 16-14 നമ്മൾ വായിക്കുന്നത്, ദൈവാത്മാവ് ശൗലിനെ വിട്ടു പോയി, ദൈവം അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ ഒരു വാക്യത്തിൽ, പ്രൈസ് ദി ലോർഡ്, ഈ പരിശുദ്ധാത്മാവ് പോകുന്ന വാക്യം അതൊരു വലിയ വാക്യമാണ്. ആ വാക്യത്തിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും മറ്റ് ദുരാത്മാവ് വരാൻ സാഹചര്യമുണ്ട്. നമ്മൾ വളരെ ഭയത്തോടെ കാണേണ്ട ഒരു സാഹചര്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ അനേക സഭകളിൽ അല്ലെങ്കിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കാണുമ്പോൾ ഒരു ദൈവ ഭയത്തോടെ നമ്മൾ ഇതിനെ കാണണം. അല്ലെങ്കിൽ നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അന്ത്യത്തോളം വിശുദ്ധിയോടെ സൂക്ഷിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരേടുകളിൽ ഞാൻ നമുക്ക് അഭിഷേകം വരുന്നുണ്ട്, പരിശുദ്ധാത്മാവ് പറയുന്നു, അന്യഭാഷ പറയുന്നുണ്ട്. പക്ഷെ ദൈവ സാന്നിധ്യം എന്നിൽ വരാത്ത ഒരു സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കുറച്ച് നാളുകൾ പോയപ്പോൾ ഞാനിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, പാട്ട് പാടുമ്പോൾ എനിക്ക് ആത്മാവ് അല്ലെങ്കിൽ അന്യഭാഷ വരുന്നുണ്ട്, പക്ഷെ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവം എനിക്ക് ആ സാന്നിധ്യം തിരിച്ചു തന്നു.
പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പറഞ്ഞ എന്റെ അനുഭവത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ നിന്നും മാറിപ്പോയാൽ, ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മ അന്യഭാഷ പറയുന്നത് മാത്രമല്ല, ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നില്ലെങ്കിൽ ആ സാന്നിധ്യത്തിലേക്ക് നാം തിരിച്ചു വരുവാൻ നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയോടെ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ പരിശുദ്ധാത്മാവ് ഏതു രീതിയിലുള്ള പരിശുദ്ധാത്മാവാണോ നമ്മൾ വ്യാപരിക്കുന്നത് എന്ന് അല്ലെങ്കിൽ നമ്മളെ തന്നെ പരിശോധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ പരിശുദ്ധാത്മാവ് മാറിപ്പോയ ശൗലിന്റെ അവസ്ഥ നമ്മളിവിടെ കാണുന്നു. ഒന്ന്, അവനിൽ മറ്റുള്ളവരിലേക്ക് പക വ്യാപരിക്കുന്നു. ആ പക അവന്റെ ജീവിതത്തിന്റെ അവസാനത്തിന് കാരണമായി തീരുന്നു. മറ്റുള്ളവരോട് വിദ്വേഷം, മറ്റുള്ളവരോട് അസൂയ, അല്ലെങ്കിൽ ശ്രേഷ്ഠമായത് കണ്ടാൽ ചേർത്തു പിടിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ലോകത്തിലേക്ക് ചിന്തിച്ച് ലോകപരമായ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ആത്മാവിനെ കൊണ്ട് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അത് നമ്മൾ ഇന്ന് പകൽക്കാലം നമ്മുടെ ആത്മാവിനെ ഒന്ന് തിരിച്ച് മടങ്ങി വരുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. സമയം കടന്നു പോകുന്നല്ലോ. ഞാൻ പെട്ടെന്ന് അവസാന കാര്യങ്ങളൊന്ന് പറയട്ടെ. ഒന്ന്, മൂന്നാമതായിട്ട് നമ്മുടെ പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർന്നിരിക്കണം. ഞാൻ അതിന്റെ വാക്യങ്ങളൊന്നും വായിക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോട്ടെ, കാര്യം സമയം പോകുന്നല്ലോ. നാലാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവികമല്ലാത്തതിനെ അല്ലെങ്കിൽ ദൈവികമല്ലാത്തതിനെ നമ്മൾ പുറത്തു കളയുക. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു കാട്ടത്തിയുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇത് രണ്ടിന്റെയും രണ്ട് വാക്യം പറഞ്ഞിട്ട് ഞാനൊരു സാഹചര്യം പറയാം. എന്നെ ദൈവാത്മാവ് ചിന്തിപ്പിച്ച രണ്ട് സാഹചര്യം പറയുവാൻ ആഗ്രഹിക്കും. ഒന്ന്, പുറപ്പാട് പുസ്തകം 3:5 മോശയോട് ദൈവം പറയുന്നത്, നിന്റെ ചെരുപ്പ് എടുത്തു കളയാം. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 19:4 വായിക്കുന്നത് കാട്ടത്തിയുടെ മുകളിൽ കയറിയ സക്കായിയെ കുറിച്ച് വായിക്കുന്നു. ഈ രണ്ട് സാഹചര്യങ്ങളും ഞാനൊന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ആ സാഹചര്യം അറിയാവുന്ന വാക്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്നാൽ മോശയോട് ചെരുപ്പൂരി കളയുന്നത് വിശുദ്ധിയുടെ ഒരു മാനദണ്ഡമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ അമേരിക്കയിലുള്ള ചർച്ചകളിൽ എല്ലാവരും ചെരുപ്പൂരിക്കൊണ്ടൊന്നും അല്ല ചർച്ചയിൽ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ അർത്ഥം മോശ മിസ്രൈമിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുവന്നോ അതെല്ലാം മാറ്റി ദൈവസന്നിധിയിലേക്ക് ഒന്ന് കടന്നു വന്നാൽ മാത്രമേ ദൈവ ശബ്ദം കേൾക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അതായത് എവിടെ നിന്ന് പുറത്തേക്ക് വാട്ടെവർ നമ്മൾ ലോകത്തിൽ ജീവിച്ച ലോകത്തിലെ പല കാര്യങ്ങൾ എടുത്തൊന്ന് കളഞ്ഞിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നാൽ മാത്രമേ ദൈവ സാന്നിധ്യവും ദൈവമഹത്വവും ദൈവശബ്ദവും കേൾക്കുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് മോശയോട് ദൈവം പറഞ്ഞത്, നിന്റെ കാലിലെ ചെരുപ്പ് എടുത്തു കളയുക. അല്ലെങ്കിൽ നിന്നിലുള്ള അല്ലെങ്കിൽ അന്യ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിന്നുള്ള ലോകപരമായ കാര്യങ്ങൾ, നിന്നെ പിടിച്ചിരിക്കുന്ന ലോകത്തിന്റെ ചിന്തകൾ, നിന്നെ പിടിച്ചിരിക്കുന്ന ലോകത്തിന്റെ കൂട്ടുകെട്ടുകൾ എല്ലാം ഒന്ന് എല്ലാം ഒന്ന് പുറത്ത് കളഞ്ഞിട്ട് എന്റെ അടുത്തോട്ട് വാ, ഞാൻ നിന്നോട് സംസാരിക്കാം. അതുപോലെ സക്കായിയുടെ ജീവിതത്തിനെ ഒന്ന് തൊടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സക്കായി എന്തുകൊണ്ടാണ് കാട്ടത്തി മരത്തിലേക്ക് കയറിയതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം പൊക്കം കുറഞ്ഞവനായിരുന്നു. എന്നാൽ സക്കായിയുടെ ചിന്ത, സക്കായി ആരും കാണരുത്, പക്ഷെ സക്കായിക്ക് യേശുവിനെ കാണണം. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ചിന്തയോടുകൂടി സക്കായി മുകളിലേക്ക് കയറിയപ്പോൾ യേശു അവനെ കണ്ടു. ആ പുരുഷാരം അവിടെ കണ്ടെന്നല്ല പറയുന്നത്, യേശു അവനെ കണ്ടു, നീ താഴോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം സക്കായിയുടെ വീട്ടിൽ, പിറ്റേ ദിവസം സക്കായിയുടെ വീട്ടിൽ ആൾക്കാർ വന്ന് മുട്ടാൻ തുടങ്ങി. സക്കായി എല്ലാവർക്കും ഇരട്ടി പങ്കും ഒക്കെ കൊടുത്തു. സക്കായുടെ ഭാര്യയ്ക്ക് സത്യത്തിൽ ശരിക്കും നമ്മളിപ്പോ ഈ ഒരു കാലഘട്ടം ചിന്തിക്കുവാണെങ്കിൽ സക്കായുടെ ഭാര്യയ്ക്ക് ദേഷ്യം വന്ന് കാണും. പക്ഷെ സക്കായിക്ക് വീണ്ടും കർത്താവിലേക്ക് കാണാൻ ആ കാട്ടത്തിയിലേക്ക്, അല്ലെങ്കിൽ ഇവിടെയാണ് ദിസ് ഇസ് എ പോയിന്റ് ലൈക്ക് വേർ നമ്മള് ലോകത്തെ വിട്ട്, അല്ലെങ്കിൽ കൂട്ടുകെട്ടുകളും കൂട്ടുകാരും എല്ലാത്തിനും വിട്ട് ദൈവത്തെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് കാട്ടത്തിയുടെ കൊമ്പ്. പ്രൈസ് ദി ലോർഡ്. അതുപോലത്തെ ഒരു പോയിന്റ് അല്ലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ ദാറ്റ് മീൻസ് നമ്മള് ദൈവ സാന്നിധ്യത്തെ കണ്ടറിയുവാൻ, ലോകത്തെ വിട്ട് ദൈവ സാന്നിധ്യത്തെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം എനിക്കും നിങ്ങൾക്കും ഏറ്റെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ലെറ്റ് us have, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള ലോകപരമായ ചിന്തകളെ വിട്ട്
ദൈവസന്നിധിയിലേക്ക് ഒന്ന് കടന്നു വരുവാൻ. അല്ലെങ്കിൽ അതുപോലെ കാട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തെ വിട്ട് ദൈവത്തോട് സംസാരിക്കുന്ന ഒരു നിമിഷം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഫൈനലായിട്ട് യെശയ്യാ പ്രവചനം 60:19 വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കല്ലോ. യെശയ്യാ പ്രവചനം 19 അധ്യായം അതിന്റെ 60 അധ്യായം 19 വാക്യം. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്ന ചന്ദ്രനുമല്ല. യഹോവ നിന്റെ നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവപ്രകാശം നമ്മിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ്, 1-ാമത്തെ വാക്യം വായിക്കുന്നു, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മള് സ്വർഗീയ പൗരന്മാരാണ്, അല്ലെങ്കിൽ നമ്മളിവിടെ പരദേശവാസികളാണ്, സ്വർഗീയ പൗരന്മാരാണ്. എന്നാൽ ദൈവം നമ്മിൽ പ്രകാശിക്കുമ്പോഴാണ് ദൈവിക ഉദ്ദേശം നമ്മിൽ വ്യാപരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മളിലേക്ക് ആ ഒരു ദൈവ സാന്നിധ്യവും ദൈവ മഹത്വവും ഇറങ്ങി വരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹെൻറി ഫ്രാൻസിസ് ലൈറ്റിൽ എന്ന ഒരു ദൈവദാസൻ 1700-1800 ജീവിച്ചിരുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹം എഴുതിയ ഒരു പാട്ടാണ് അബൈഡ് വിത്ത് മീ, അല്ലെങ്കിൽ കൂടെ പാർക്ക നേരം വൈകുന്നിതാ. അതിനകത്ത് ഒരു വരി കഴിഞ്ഞ ദിവസങ്ങൾ എന്നെ വളരെ ചിന്തിപ്പിക്കുവാനിടയായി തീർന്നു. അതിലെ ഈ വരി ഇങ്ങനെയാണ്: കണ്ണടയുമ്പോൾ നിന്റെ ക്രൂശിനെ കാണിക്കമേൽ ഈ ലോക മഹിമയെക്കാളും ഞാൻ ഈ കണ്ണടയുമ്പോഴത്തേക്കും ഞാൻ ക്രൂശിനോട് എത്രത്തോളം ചേർന്നോ അത്രത്തോളം ചേർന്ന് എന്ന് കാണിക്കുവാൻ എനിക്ക് കൃപ തരണം. കാരണം ഈ ഭൂമിദ്യ അല്ലെങ്കിൽ എൻ്റെ ഡിഗ്രി, അല്ലെങ്കിൽ എൻ്റെ ക്വാളിഫിക്കേഷൻ, ഞാൻ എത്ര സമ്പന്നനാണ് എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ കണ്ണടയുമ്പോൾ നിന്റെ ക്രൂശിനോട് എത്ര ചേർന്ന് എന്ന് അല്ലെങ്കിൽ കാണിക്കാൻ എനിക്ക് കൃപ തരണേ എന്നാണ് ആ പാട്ടുകാരൻ എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ കാരണം ഭൂമിയുടെ നിഴല് നമ്മളെ എപ്പോഴും വലുതായിട്ട് തോന്നും. കാര്യം ഈ ഉച്ചയ്ക്കൊക്കെ നോക്കുമ്പോൾ നമ്മുടെ നിഴൽ എപ്പോഴും ചെറുതായിട്ടാണ് തോന്നുന്നത്. അതുപോലെ ദൈവത്തിന്റെ തേജസ് നമ്മളിലെ മേൽ ഉദിക്കുമ്പോൾ ഈ ലോകം നമുക്ക് ചെറുതായിട്ട് തോന്നും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ആ ചിന്തയോടുകൂടി നമുക്ക് ആ വരികളൊന്ന് ചേർന്ന് നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് ധ്യാനിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു സമർപ്പണത്തോടെ നമുക്ക് ആ പാട്ടിന്റെ വരികളൊന്ന് പാടാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ണടങ്ങിടുമ്പോൾ നിൻ ക്രൂശിനെ കാണിക്കമേ ലോക മഹിമയും ഭൂമിത്യ നീഴൽ ഗമിക്കും നീതാ ഭാഗ്യോദയമായി നീ കൂടെ പാർക്ക നേരം വൈകും നീതാ കൂരിരുളേറുന്നു പാർക്ക ദേവാ ആശ്രയം വേറില്ല നേരം തന്നെ ആശ്രിത വത്സല കൂടെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് വളരെ ചെറിയൊരു ചിന്തയാണെങ്കിലും വളരെ ഗൗരവമേറി നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിൽ ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവ മഹത്വം നമ്മളിൽ വ്യാപരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ആ ദൈവ മഹത്വത്തിലേക്കും ദൈവ സാന്നിധ്യത്തിലേക്കും ഒന്ന് മടങ്ങി വരുവാൻ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ലോകം നമ്മളിലേക്ക് കയറി കൂടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണ് ദൈവ മഹത്വവും ദൈവ തേജസ്സും എന്നുള്ള സത്യം നമ്മൾ മറന്നു പോകരുത്. ദൈവവചനത്തെയും ദൈവത്തിന്റെ ദൈവിക കാര്യങ്ങളെയും വളരെ ഗൗരവത്തോടും ഭയഭക്തി ബഹുമാനത്തോടും കൂടി കൈകാര്യം ചെയ്യുവാൻ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമ്മൾ കണ്ണടയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ക്രൂശുമായിട്ട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുണ്ടോ
എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമ്മളിൽ ഒരു ദൈവമഹത്വം വരട്ടെ. ദൈവം നമ്മുടെ അവസാനം വായിച്ച വാക്യം, ഇനി സൂര്യനല്ല ചന്ദ്രനല്ല നിന്നിൽ പ്രകാശിക്കുന്ന ദൈവമാണ് എന്ന് നമ്മൾ വായിക്കും. നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുക. ഞങ്ങളുടെ ദൈവം കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഏൽപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമഹത്വം ഞങ്ങളിലേക്ക് തിരികെ വരുവാൻ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവെ, ദൈവമഹത്വം ഞങ്ങളിൽ വ്യാപരിക്കട്ടെ കർത്താവെ. അല്ലെങ്കിൽ കർത്താവെ, കണ്ണടയുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ കാലങ്ങൾ അടുത്ത് വരുമ്പോൾ കർത്താവെ, ഞങ്ങൾ ക്രൂശിനോട് എത്രത്തോളം ചേർന്നു എന്നുള്ളത്, ലോകമഹിമയെക്കാളും ക്രൂശിനോട് എത്രത്തോളം ചേർന്നു എന്നുള്ളത് പറയുവാൻ കർത്താവെ, അതിനുവേണ്ടി താല്പര്യപ്പെടുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. സർവമാനം മഹത്വപ്പുച്ചനെടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Amen. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. Praise the Lord. Praise